ടൈലിടാതെ കഴിഞ്ഞ തലമുറ മുറ്റം ക്ലിയറാക്കിയിട്ടിരുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. മുറ്റത്ത് പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് കളച്ചൊതുക്കി മുറ്റൊന്ന് നിരപ്പാക്കി ഇടണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് ഇടിച്ചൊതുക്കാം. ഇനി നമുക്ക് മുറ്റത്തെ സൈഡൊക്കെ പിടിപ്പിക്കണം. സൈഡ് പിടിപ്പിക്കാനായിട്ട് ചെളി കുഴച്ചെന്നിട്ട് ഇതേപോലെ ആദ്യം നനഞ്ഞ മണ്ണ് തേമ്പി കൊടുക്കും. തേമ്പി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി മണ്ണ് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് തേമ്പിയതിന് ശേഷം മണ്ണ് കുഴച്ചെന്നിട്ട് നമ്മൾ തിണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് വളഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇപ്പുറത്തൊരു PVC പൈപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നേരെ ഇരിക്കും നമുക്കത്. അതിനുശേഷം ഈ PVCയുടെ പൊളിച്ച പകുതി കൊണ്ട് തന്നെ നമ്മൾക്കത് ഷേപ്പാക്കി എടുക്കാം. ഇനി നടുഭാഗം നമുക്ക് മണ്ണ് നിരത്തിയിട്ട് കൊടുക്കാം. അതിന് നമ്മൾ മുഴക്കോലോ അല്ലെങ്കിൽ പട്ടികയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണിട്ട് ഇങ്ങനെ നികത്തിന്നായിട്ട് വേണം ചെയ്യാൻ. ഒന്ന് നനച്ച് ഇടിച്ചു കൊടുക്കാം കേട്ടോ. ഇടിച്ചു കൊടുക്കുമ്പോൾ അത് ശരിക്കും പതിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ചവിട്ടുപടിയുടെയൊക്കെ ഇങ്ങനെ ഒത്തിരി പൊന്തിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സിമെൻറ്റ് ചേർത്തുന്നതായിട്ട് സാധാരണ മണ്ണ് കുഴച്ച് സിമെൻറ്റിൽ ഇട്ടുന്നതായിട്ട് നമ്മൾ ആ ചവിട്ടുപടിയൊക്കെ റെഡിയാക്കി കൊടുക്കണം. സിമെൻറ്റ് ഇടണമെങ്കിലും കുറച്ച് വെള്ളം തെളിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ സിമെൻറ്റ് പിടിക്കില്ല കേട്ടോ. അത് ഒരു ടിപ്പാണേ. ചവിട്ടുകല്ലൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഇനി നടുഭാഗം ശരിയാക്കാം. അതിനായിട്ട് നമ്മൾ മണ്ണ് കുറച്ച് വെട്ടി ഒരു തകലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മണ്ണ് നമുക്ക് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഇത് അരിച്ച മണ്ണാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ അരിക്കണമെന്നില്ല, അടിച്ച് കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അരിക്കാത്ത മണ്ണ് തന്നെയാണ്. അപ്പോൾ ഇതിൽ കല്ലും കട്ടയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽ സിമെൻറ്റ് ചേർക്കണം. അപ്പോൾ ഒരു വട്ടകയിലേക്ക് നമ്മൾ ഒരു 6 ചിരട്ട സിമെൻറ്റോളാണ് ചേർത്തത് കേട്ടോ. അതിന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഇടിച്ചൊതുക്കിയ സ്ഥലം ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ഈ സിമെൻറ്റ് കലക്കിയ മണ്ണ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് അടിച്ച് കളയുമ്പോൾ കല്ലൊക്കെ നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ അരിച്ച മണ്ണല്ലാത്ത കാരണമാണ് കല്ലിങ്ങനെ വരുന്നത്. അപ്പോൾ കല്ലിങ്ങനെ അടിച്ച് നമുക്ക് കളയാം. ചൂലുകൊണ്ടാണ് അടിച്ച് കളയുന്നത്. പണ്ടൊക്കെ പാള മെഴുകിയിരുന്നത്. വീണ്ടും അതേ രീതിയിൽ തന്നെ മണ്ണ് കളച്ചെടുത്ത് സിമെൻറ്റും കൂടി ചേർത്ത് നമ്മൾ ബാക്കിയുള്ള സ്ഥലം കൂടി ഇടുകയാണ്. ഇങ്ങനെ മുറ്റം ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്തിട്ടെന്ന് വെച്ചാൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക്
പെരയിലിരിക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. പക്ഷേ ഇതേപോലെ നാച്ചുറലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരയിലേക്ക് ചൂടൊന്നും അടിക്കില്ല, നല്ല സുഖമാണ്. ഇതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സിമെൻറ്റ് ഒന്ന് കലക്കി ഒഴിച്ചതിന് ശേഷം, സിമെൻറ്റും മണ്ണും കൂടി കലക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നാടൻ പശുവിൻ്റെ ചാണകം കൂടി ചേർക്കണം. ഇതിങ്ങനെ എല്ലാവരുടെയും നമ്മൾ ചെയ്തതിന് ശേഷം 2 ദിവസം നമുക്ക് ഉണക്കാനായിട്ട് ഇടണം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചാണകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാടൻ പശുവിൻ്റെ ചാണകമാണ് കേട്ടോ വേണ്ടത്. മറ്റേ ജേഴ്സി പശുവിൻ്റെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. നാടൻ പശുവിൻ്റെ ചാണകം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്മെല്ലും ഉണ്ടാവില്ല. ഇത് നമ്മളിപ്പോൾ ഒരു ബ്ലീച്ച് എന്ന നിലയ്ക്ക് ഇപ്പോൾ കയ്യൊമ്മ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല, കൈയൊക്കെ നല്ല ക്ലീൻ ആവും. അതിലത്തെ വൈക്കോലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് പറക്കിക്കളയാം കേട്ടോ. അതിന് ശേഷം നമ്മൾ 2 ബക്കറ്റിലേക്ക് പകർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതിൽ വെള്ളം കൂട്ടണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം നമുക്ക് ആദ്യം തന്നെ തിണ്ടുമ്പോഴാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കളത്തിലും ഇതേപോലെ ഒഴിച്ചു നിന്നിട്ട് അടിച്ചിടുക. അപ്പം നിരപ്പായി കിട്ടും. മഴ കഴിയില്ല. രണ്ട് ദിവസം മുന്നേ നമ്മൾ മണ്ണ് കലക്കി ഒഴിച്ചിരുന്ന കാരണം ഇത് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും, ഉണക്കം കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരയിൽ ചൂടൊന്നും എടുക്കില്ല, നല്ല സുഖമാണ് പെരയിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.